ഹലോ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കോച്ച് മിക്കാൽ സ്റ്റെയറയെ പുറത്താക്കിയത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏത് പരിശീലകനെയാകും ഇനി നിയമിക്കുക എന്ന് തന്നെയാണ് പ്രധാനമായും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും അതിന് വിശ്വസനീയമായ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്കാൽ സ്റ്റെയറ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പുറപ്പെടുന്ന വളരെ നിരാശാജനകമായ വീഡിയോസുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല, മിക്കാൽ സ്റ്റെയറ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങുമ്പോൾ ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് തുറന്നെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നാട്ടിലേക്ക് പുറപ്പെടുന്നതിൻ്റെ തൊട്ടു മുൻപ് മിക്കാൽ സ്റ്റെയറ മാധ്യമങ്ങളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ജീസസ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക്, തായ്ലാൻഡ് ക്യാമ്പിലേക്ക് പ്രീ സീസണിന് വേണ്ടി 2-3 ആഴ്ച മുൻപ് തന്നെ എത്തിയിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസൾട്ട് വളരെ വലുതായിരുന്നു എന്നും അതുപോലെ തന്നെ ലൂണക്ക് സംഭവിച്ച പനിയൊക്കെ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി എന്ന രീതിയിലൊക്കെയാണ് മിക്കാൽ സ്റ്റെയറ പറയുന്നത്. അതുപോലെ തന്നെ ടീമിലെ 1-2 സപ്പോർട്ട് സ്റ്റാഫിനെ പുറത്താക്കുന്നത് തന്നെയാണ് നല്ലത്, മറിച്ച് ടീമിലെ താരങ്ങളെ പുറത്താക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നും ബ്ലാസ്റ്റേഴ്സിനെ ഊക്കുന്ന രീതിയിലാണ് മിക്കാൽ സ്റ്റെയറ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. ഏതായാലും STയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഏതായാലും മിക്കാൽ സ്റ്റെയറയെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയത് കൊണ്ട് തന്നെ ഏത് പരിശീലകനെയാകും ബ്ലാസ്റ്റേഴ്സ് ഇനി കൊണ്ടുവരികയെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും വളരെ വിശ്വസനീയമായ ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും പുതിയൊരു പരിശീലകനെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒന്നിലധികം പരിശീലകനുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ചർച്ചയിലാണെന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോൾ ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇവാൻ ആശാൻ മടങ്ങി വരില്ല എന്നൊരു കാര്യം മാർക്കസ് മർഗുലാവ കൺഫേം ചെയ്തു. അതോടൊപ്പം തന്നെ ഡെസ് ബക്കിംഗ്ഹാം ആവില്ല എന്ന കാര്യം മാർക്കസ് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇനി ഏത് പരിശീലകനാകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. നിലവിൽ ഇപ്പോൾ ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ള പരിശീലകനെയാണ് ബ്ലാസ്റ്റേഴ്സ് തേടുന്നതെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ ഒഡീഷ FCയുടെ മുഖ്യ പരിശീലകനായിട്ടുള്ള സെർജിയോ ലൊബേറയൊക്കെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പരിഗണിക്കുന്നുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇനി കൂടുതൽ വ്യക്തത വരുത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏതായാലും ഒരു കോച്ചിനെയും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഫൈനലൈസ് ചെയ്തിട്ടില്ല. ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ള പരിശീലകന്മാരെ തന്നെയാണ് പരിഗണിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്റ്റേഷനും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.